നമസ്കാരം, എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം. പ്രമുഖ ബിസിനസ്സുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂർ ജയിലിലെത്തിപ്പെട്ട സംഭവവികാസങ്ങളാണ് ഇന്നത്തെ ചർച്ച. നടി ഹണി റോസിന്റെ ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് ബോബിയെ കൊച്ചി പോലീസ് വയനാട്ടിൽ നിന്ന് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയും ഇന്ന് കോടതി ഉത്തരവ് പ്രകാരം 14 ദിവസത്തെ റിമാൻഡിൽ വിടുകയും ചെയ്തു. പക്ഷേ ഈ സംഭവത്തിന്റെ പിന്നാമ്പുറത്തിൽ എന്താണ് നടന്നത് എന്ന ചോദ്യമാണ് കേരള സമൂഹത്തെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്നത്. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിലായിരിക്കുകയാണ്. ഇതൊരു സമുചിതമായ തടവാണോ അതോ രാഷ്ട്രീയ ഗൂഢാലോചനയോ മറ്റോ ഉണ്ടോ? സമൂഹ മാധ്യമങ്ങൾ ഉയർന്നു വരുന്ന ചില ചിത്രങ്ങളും വീഡിയോകളും ഇതിന് മറ്റൊരു കോണിൽ നിന്ന് നോക്കണമെന്ന് എന്നെ നിർബന്ധിതമാക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ ചോദ്യമാണ്, എല്ലാ കുറ്റാരോപണങ്ങളുടെയും പിന്നിൽ എന്താണ് സത്യം? ബോബി ചെമ്മണ്ണൂരിനെ കേരളത്തിൽ ആരും വെറും ബിസിനസ്സുകാരനായി കാണുന്നില്ല. ഒരു സോഷ്യൽ മീഡിയ മെസ്സഞ്ചറാണ്, ഒരു ബഹുമാന്യനായ ഒരു വ്യക്തിത്വമാണ്, ഒരുപാട് ആരാധകരുണ്ട് അയാൾക്ക്. അയാൾ ഒരുപാട് അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നു, അത് അയാളുടെ ഒരു നെഗറ്റീവാണ്. പല രീതിയിലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പുള്ളി നടത്താറുണ്ട്. പക്ഷേ അതൊരു വിനോദത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവരും അങ്ങനെ കളയുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി ആയാലും അദ്ദേഹത്തിനെ ഒരു കൊമേഡിയൻ പോലെ എല്ലാവരും കളയുകയാണ്. പക്ഷേ ഇതൊരു അവസ്ഥയിൽ ബോബി ചെമ്മണ്ണൂർ ഒരു വീഡിയോ വൈറലാകുന്നുണ്ട്. ആ വീഡിയോയിൽ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിൻ്റെ കൈ പിടിച്ച് അതിനുശേഷം പല പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഹണി റോസ് അതിനകത്ത് യാതൊരു തരത്തിലുള്ള എതിർപ്പുകളും പ്രകടിപ്പിക്കുന്നില്ല. ഒരു മുഖഭാവം കൊണ്ട് പോലും ഹണി റോസ് അത് നോ എന്ന് ഉള്ളൊരു ആക്ഷൻ അവിടെ കൊടുക്കുന്നില്ല. കാരണം അതൊരു പബ്ലിക് പ്ലേസ് ആയിരുന്നു, ഒരു ഉദ്ഘാടന വേദിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു 4 മാസം മുന്നാണ് ഈ ഒരു ഇത് നടന്നത്. അപ്പോൾ 4 മാസം കഴിഞ്ഞ് ഇങ്ങനെ ഒരു പരാതി നൽകുകയും ചെയ്യുമ്പോൾ എന്താണ് ഇതിൽ എന്തെങ്കിലും ഒരു ദുരൂഹതയുണ്ടോ എന്ന് നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു ലളിതമായ പരാതി അല്ല. ബോബി ചെമ്മണ്ണൂരിനെ പോലൊരു പ്രമുഖ വ്യക്തി നേരിടുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ പകയോ വ്യവസായ ലോകത്തിലെ ഫലപ്രദമായ സ്റ്റാൻഡിംഗ് ഡിലേമയോ അല്ലെങ്കിൽ സിനിമാ ലോകത്തെ ഗൂഢാലോചനയോ ഒക്കെ ഉണ്ടാകാം. മുൻവിധികൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ സംഭവത്തിന് ഏറ്റവും കാര്യമായ 3 തലങ്ങളിലൊന്ന് ചിന്തിക്കാം, ഒരു അന്വേഷണം നടത്താം. ഹണിയുടെ പരാതി യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യമായിരിക്കും. ഹണിയെ പലതരത്തിൽ ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രകാരം അധിക്ഷേപിച്ചു, അശ്ലീല പരാമർശം നടത്തി എന്നൊക്കെയാണ് ഹണിയുടെ പരാതി. അത് ഒരു തരത്തിൽ നോക്കിയാൽ അതൊരു സത്യവുമാണ്. പക്ഷേ ഹണി അതിനെ പ്രതികരിക്കുകയോ അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുകയോ ചെയ്യുന്നതായിട്ട് ഇതുവരെ കണ്ടില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ബോബി ചെമ്മണ്ണൂറുള്ള ഒരുപാട് ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച്, കാരണം ഉദ്ഘാടന വേദികളിലായാലും എന്താ പറയുന്നത്, പബ്ലിക് പ്ലേസിൽ ഹണിയുടെ വസ്ത്രധാരണ രീതി ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഹണിയെ ധാരാളം വിമർശിക്കുന്നതായിട്ടാണ് ഹണിയുടെ ഓരോ പോസ്റ്റിൻ്റെ താഴെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാൻ കഴിയുന്നതും. ഹണിയുടെ മാത്രമല്ല, ഹണിയുടെ വീഡിയോസ് ഇടുന്ന ചാനലുകളുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയും ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതി വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ മോശമായ തരത്തിലാണ് എന്നുള്ള രീതിയിലുള്ള കമൻസാണ് സാധാരണ ഒരുപാട് കമൻസ്, പുരുഷന്മാർ മാത്രമല്ല ഒരുപാട് സ്ത്രീകളും കമൻസ് ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി ഇത്രയും മാസങ്ങൾക്ക് ശേഷം, അത് പലതവണ ഒരുപാട് പ്രാവശ്യം ബോബി ചെമ്മണ്ണൂർ ഇവരെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്. അവർ ഒരുമിച്ച് ഉദ്ഘാടന വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു പരാതി ഉന്നയിച്ചതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. കേസ് ഫയൽ ചെയ്യാനുള്ള കാലതാമസം, ഇത്രയും കാലതാമസം എന്തിനാണ്? അങ്ങനെ നമ്മൾക്ക് ഒരാൾ നമ്മളെ അധിക്ഷേപിച്ചാൽ, അതും ഒരു സാധാരണ സ്ത്രീ ഇതേ കണക്കൊരു അധിക്ഷേപിക്കപ്പെട്ടാൽ നമ്മൾ കേസ് കൊടുത്താൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഒരുപാട് യൂട്യൂബേഴ്സിനെ തന്നെ ചിത്രങ്ങൾ മോർഫ് ചെയ്തും വളരെ മോശമായിട്ടും പ്രതികരിച്ചു എന്ന് പറഞ്ഞ് അവർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കേസ് കൊടുത്തിട്ട് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഒരുപാട് സൈബർ കേസുകൾ നമ്മുടെ യൂട്യൂബേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ കൊടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഇതെനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതേ കണക്കുള്ള ഒരുപാട് പരാതികൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊടുത്തിട്ട് യാതൊരു തരത്തിലുള്ള നടപടിയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷേ
ഹണി റോസ് അതുപോലെ തന്നെ ഒരു സിനിമയിലെ തന്നെ പ്രമുഖ വ്യക്തിത്വം ബലാത്സംഗത്തിനിരയായി എത്രയോ വർഷമായി അവർക്കൊരു നീതി കറക്റ്റായിട്ട് കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴും അവരുള്ളത്. അതൊക്കെ ഇവിടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അതേപോലെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വന്നു. അപ്പോൾ അതിന് ഒരുപാട് സ്ത്രീകൾ അതിലും വന്ന് പറഞ്ഞു ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വർക്ക് പ്ലേസിൽ ഒരുപാട് ഹരാസ്മെൻറ്റ് സ്ത്രീകൾക്കെതിരെ നടക്കുന്നുണ്ട്. ഇതിലെല്ലാം ഒരുപാട് തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് പോലീസിനും സൈബറിനും ഒക്കെ കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ ഹണി റോസ് എന്ന് പറയുന്ന നടി കൊടുത്ത പരാതിയിന്മേൽ പെട്ടെന്ന് തന്നെ പരാതി കൊടുത്ത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായിയെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പം അത് എന്തുകൊണ്ട് ബോബിയെ ജയിലിലാക്കാൻ എന്തിനാണ് ഇത്രയും ഒരു നാടകീയമായ നീക്കം? അതിൽ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ നമുക്ക് സാധാരണക്കാർ ചിന്തിച്ചു പോകുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഹണി റോസിനെ അതേപോലെ തന്നെ ഏതെങ്കിലും മോശമായിട്ട് പരാമർശം നടന്നതിൽ ഒരിക്കലും അതിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കണം. പക്ഷെ അത് അപ്പോഴും തന്നെ പ്രതികരിക്കണം. ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു വളരെ ഒരു വലിയ സംഭവം നടന്ന ദിവസമാണ്. ഇന്ന് പെരിയ ഇരട്ട കൊലക്കേസിലെ പ്രതികൾ 5 പേരെ ശിക്ഷ ഇളവ് ചെയ്ത് ഹൈക്കോടതി ശിക്ഷ റദ്ദാക്കി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള വിധി വന്നു. ആ CPM നേതാക്കന്മാരാണ് ഇന്ന് ഭരണകക്ഷിയിലെ CPM നേതാക്കന്മാരെ 5 പേര് ഇന്ന് പുറത്തിറങ്ങി. അവരെ വളരെ വലിയ CPMൻ്റെ സമുന്നതരായ നേതാക്കന്മാർ P. ജയരാജൻ, MV ജയരാജനെ പോലുള്ള സമുന്നതമായ നേതാക്കന്മാർ വളരെ വലിയ സ്വീകരണം കൊടുത്താണ് ജയിലിൻ്റെ മുന്നിൽ നിന്ന് അവരെ ആനയിച്ചു കൊണ്ടുവന്നത്. അവർ നൊബേൽ പ്രൈസും അവർ വേറെ ഒരു പ്രൈസൊന്നും വാങ്ങിച്ച് രാജ്യത്തിന് വേണ്ടിയിട്ട് വലിയ പ്രൈസ് വാങ്ങിച്ചിട്ട് ജയിൽ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തും വിപ്ലവം നടത്തിയും ജയിലിൽ പോയ ആൾക്കാരല്ല. 2 ചെറുപ്പക്കാരെ യൂത്ത് കോൺഗ്രസിൻ്റെ 2 ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി കൊല ചെയ്ത കേസിൽ അകത്തായ ആൾക്കാരാണ്. കോടതി ശിക്ഷിച്ച പ്രതികളാണ്. അവരെ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ഒരു സ്റ്റേ ഓർഡർ, ശിക്ഷ റദ്ദാക്കിയില്ല, ശിക്ഷ സ്റ്റേ വിധി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചുകൊണ്ടുള്ളൊരു വിധി വന്നു. അതിന് അവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവരെ വളരെ സ്വീകരിച്ചാണ് കൊണ്ടുവന്നത്. പക്ഷേ ഒരു മുഖ്യധാര മാധ്യമങ്ങളും അതിനെ ഒരു വാർത്തയാക്കാനോ അതിനെ ഒന്ന് ജനങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനോ യാതൊരു തരത്തിലുള്ള മുഖ്യധാര മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എനിക്കിന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അവർ ഒന്നും ഈ ഒരു സംഭവത്തെ യാതൊരു തരത്തിലുള്ള ഒരു ഫെയർ ആയിട്ടല്ല. ഈ ഒരു ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു പക്ക ക്രിമിനൽ എന്നുള്ള രീതിയിൽ അയാളൊരു സ്ത്രീ ലംബടനാണ്, ഒരു സ്ത്രീ പീഡകനാണ്. ഇവിടെ സ്ത്രീ പീഡനം നടത്തി ഒരുപാട് പകൽ മാന്യന്മാർ നെഞ്ചി വിരിച്ച് ഞെളിഞ്ഞ് നടക്കുന്ന ഈ നാട്ടിൽ ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ യാതൊരു തരത്തിലും അയാളെ ന്യായീകരിച്ച് സംസാരിക്കുകയല്ല. പക്ഷേ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ അനുഭവിക്കേണ്ട വ്യക്തി തന്നെയാണ്. പക്ഷേ ഇത് ഒരു സ്ത്രീ പീഡനം അല്ലെങ്കിൽ സ്ത്രീയെ റേപ്പ് ചെയ്ത് കൊല ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്ത് ടെററിസ്റ്റ് നടത്തിയ ആൾക്കാരെ പോലും പിടിച്ചിട്ട് പോലും അറിയാത്ത ഒരു സമൂഹത്തിൽ നമ്മൾ ആരും അറിയുന്ന പോലുമില്ല അങ്ങനെ ഒരു പ്രതികളുണ്ടെന്നോ പ്രതികളെ പിടിക്കുന്ന കാര്യം. തലയിൽ മുണ്ടിട്ട് മറച്ചു കൊണ്ടുപോകുന്ന പോലീസിനെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ വയനാട്ടിൽ വെച്ചു പോലീസ് കാറിനെ ചേസ് ചെയ്തു വളഞ്ഞിട്ട് പിടിച്ചു, നാടകീയമായിട്ട് അറസ്റ്റ് ചെയ്തു. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചു. ഇന്ന് വൈദ്യപരിശോധന കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി. അത് കഴിഞ്ഞ് റിമാൻഡിലേക്ക് വിട്ടു. അപ്പോൾ ഇതെല്ലാം വളരെ പൊടിപ്പും തൊങ്ങലും വെച്ച് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുകയാണ്, എല്ലാം കാണിക്കുന്നു. അതുപോലെ തന്നെ ജയിലിലോട്ട് കൊണ്ടുപോകുന്നത്, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കാൻ എക്സാമിൻ ചെയ്യാൻ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ബോബി ചെമ്മണ്ണൂരിനെ ECGയിൽ വേരിയേഷൻ ഉണ്ടെന്ന് കണ്ടിട്ട് വീണ്ടും ഒന്നും കൂടി എക്സാമിൻ ചെയ്യാൻ ഒരു ECG കൂടി എടുത്തു നോക്കാൻ പോലും സമയം അനുവദിക്കാതെ പോലീസ് വേറൊരു വഴി കൂടെ ബോബി ചെമ്മണ്ണൂരിനെ എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് കയറ്റാനുള്ള ഒരു തത്രപ്പാട് നമ്മൾ ഈ മാധ്യമങ്ങളിൽ കൂടി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെയുള്ള കൂട്ടാളികൾ ജീപ്പ് തടഞ്ഞു, ഒന്നും കൂടി ECG ചെയ്യണം എന്നുള്ള രീതിയിൽ തടഞ്ഞിട്ട് പോലും ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുയായികൾ അല്ലെങ്കിൽ
അനുഗാമികൾ ബോബി ചെമ്മണ്ണൂരിനെ അനുയായികൾ പോലീസ് ജീപ്പ് തടഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വളച്ചൊടിക്കുന്നത് കാണുകയുണ്ടായി. അതൊക്കെ എന്തിനാണ് അത്രയും വലിയ വാർത്ത പടച്ചു വിട്ട് അത്രയും വലിയ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു പക്കാ ഫ്രോഡാണ്, ക്രിമിനലാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ത്രീയുടെ പരാതി ആ പരാതിയുടെ ഒരു സ്ത്രീ എത്രയോ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എത്രയോ സ്ത്രീകൾ പുരുഷന്മാരെ കുറിച്ച് പരാതിപ്പെട്ടു. അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ എത്രയോ പീഡനങ്ങൾ. ഇതൊരു സാധാരണ ഒരു സ്ത്രീയാണ് ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ? അപ്പം എല്ലാത്തിലും ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുവാണ്. പിന്നെ സിനിമാ ലോകത്തിൻ്റെ പ്രതികരണം കണ്ടു. അമ്മ അഡ്ഹോക്ക് കമ്മിറ്റി ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഹണി റോസിൻ്റെ ഒപ്പം നിൽക്കും, ഹണി റോസിന് വേണ്ടുന്ന നിയമസഹായം കൊടുക്കാൻ തയ്യാറാണെന്ന്. അവർക്ക് മുന്നിൽ കുറച്ച് നാളുകൾക്ക് മുമ്പിൽ പ്രശസ്തയായ ഒരു നടി അനുഭവിച്ച, ലോകത്തിൽ ഒരു സ്ത്രീക്കും അനുഭവിക്കാൻ കഴിയാത്ത അത്ര ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ബലാത്സംഗമാണ് അവിടെ നടന്നത്. അപ്പോൾ അതിന് പോലും ഒരു പ്രതികരണ ശേഷിയില്ലാത്ത അമ്മയെപ്പോലുള്ള ഒരു സംഘടന അങ്ങനെ പറഞ്ഞു കേട്ടുമ്പോൾ അപ്പം നമുക്ക് ആ സിനിമാ ലോകത്തിൻ്റെ പ്രതികരണം, അപ്പം പകൽ മാന്യന്മാരും പകൽ മാന്യകളുമായിട്ടുള്ള കുറേ സ്ത്രീകൾ വന്ന് കുറേ പ്രതികരിക്കുന്നത് കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അത്ര ഒരു സ്ത്രീ ഒരാൾ അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിനെതിരെ നിയമപരമായിട്ട് നേരിടുക. അതിന് ഒരു ദിവസം മുഴുവൻ മുഖ്യധാര മാധ്യമങ്ങൾ അയാളെ ചേസ് ചെയ്യുന്നു, അയാളെ കൊണ്ടുപോകുന്നു, അവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നതും അയാളെ അറസ്റ്റ് ചെയ്യുന്നതും വൈദ്യപരിശോധനയ്ക്കുന്നതും എന്നിട്ട് ജയിലിൽ കയറ്റുന്നത് വരെയും അയാളുടെ പുറകെ നടന്നതൊരു വലിയ വാർത്തയാക്കി, പ്രകമ്പനം കൊള്ളിക്കുന്ന ഏതോ ഒരു വാർത്തയാക്കി അയാളെ ലോക പെണ്ണുപിടിയനാക്കി എന്നുള്ളതാണ്. അയാളെ ചിലപ്പോൾ പെണ്ണുപിടിയനായിരിക്കാം, അയാൾ അഭാസനായിരിക്കാം, അതൊക്കെ അയാളെ ശിക്ഷിക്കട്ടെ. പക്ഷേ ഇതിനെ പിന്നിലെല്ലാം ഇത്രയും വലിയ ഒരു കൊലക്കേസ് പ്രതികളെ രണ്ട് ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ഇന്ന് പുറത്തുവിട്ട ഒരു ദിവസമായിട്ട് പോലും അതിൻ്റെ വാർത്തകൾ മുക്കിക്കൊണ്ട് ഇത്രയും വലിയ ഒരു വാർത്ത ഇതിന് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു ചെറിയ സംശയം മാത്രമാണ്. പിന്നെ ഹണി റോസിൻ്റെ പരാതി തന്നെ ദുരൂഹതകൾ നിറഞ്ഞതാണ്. ബോബി ചെമ്മണ്ണൂർ അവരോട് നേരിട്ടോ അല്ലാതെ ഏതെങ്കിലും മോശമായിട്ട് പെരുമാറിയതിൻ്റെ തെളിവുകൾ അത് നമ്മൾ പബ്ലിക് മീഡിയയിൽ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഹണി റോസ് തന്നെ 3-4 മാസങ്ങൾക്ക് മുമ്പേ ഓരോ ഉദ്ഘാടനവും കാര്യങ്ങളും എടുത്തിടുന്നത് പോലെ എടുത്തിട്ടതാണ്. അല്ലാണ്ട് അതൊരു മോശമായിട്ടുള്ളൊരു സംഭവമായിട്ട് ഹണി റോസ് പബ്ലിഷ് ചെയ്ത ഒരു സംഭവമല്ല. അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്താണ് വലിയ കാര്യത്തെ. ഇദ്ദേഹം മാല കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നതും വെക്കുന്നതും കയ്യിൽ പിടിച്ച് കറക്കുന്നതും അദ്ദേഹം പരാമർശങ്ങൾ നടത്തുന്നതും ദ്വയാർത്ഥപരമായ പരാമർശം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതങ്ങനെ നടത്തുന്നതുമൊക്കെ നമ്മൾ കൃത്യമായിട്ടും അവർ തന്നെ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റിൽ കൂടി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു എന്താണെങ്കിൽ അതിന് പിന്നിൽ ഇനി അദ്ദേഹം നമ്മളറിയാത്ത അവർ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ, രഹസ്യമൊഴിയാണ്. അതിലിനി നമ്മൾ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊതുസമൂഹവും അറിയണം. കാരണം പൊതുസമൂഹം ഇപ്പോൾ വിചാരിക്കുന്ന പകുതി ആൾക്കാരെങ്കിലും, 50% ആൾക്കാരെങ്കിലും വിചാരിക്കുന്നത് ഇതിൻ്റെ ആവശ്യം എന്നെ പോലെ ഇപ്പം ഞാൻ ചിന്തിച്ചില്ലേ, ഇതെന്താണ് ഇത്രയും വലിയൊരു കേസാണോ? ഒരു പെണ്ണിനെ ദ്വയാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ചേസ് ചെയ്ത് അയാൾ പണക്കാരനോ പാവപ്പെട്ടവനോ അത് നമ്മുടെ ഒരു വിഷയമല്ല. അപ്പോൾ അയാൾക്ക് മനുഷ്യാവകാശ ലംഘനപരമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അയാൾക്ക് ECG എടുക്കണമെന്ന് പറഞ്ഞാൽ അതുപോലെ എടുക്കാൻ സമ്മതിക്കാതെ അയാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് പറഞ്ഞാൽ അതൊരു മനുഷ്യാവകാശ ലംഘനം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടുള്ള സംശയം കൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്രയും ധൃതിയിൽ, ഇത്രയും വേഗത്തിൽ കേരള പോലീസും സർക്കാരും എന്തുകൊണ്ടാണ് ഇതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് നമ്മുടെ ഒരു സംശയമാണ്. ആ സംശയമാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ലഭിച്ച ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു വലിയ കേസാണ്, ഒരു ചെറിയ കേസല്ല. BNS ഭാരതീയ ന്യായ സംഹിത 75 പ്രകാരം ഒരു 1-2 വർഷം, ഒരു വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കേസാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഇത്രയും വലിയ ഒരു വ്യവസായി, ഇത്രയും അയാൾ മറ്റുള്ള വ്യവസായികളെയും കാട്ടി കുറച്ചും കൂടി വൈറലാവാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ അയാൾ കാണിക്കുന്നത് ഒരു വട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു പൊട്ടത്തരമായിട്ടോ ഒക്കെ തോന്നാവുന്ന രീതിയിലാണെങ്കിൽ പോലും അദ്ദേഹം അയാളുടെ ആ ഒരു ക്യാരക്ടറോ എന്തായിക്കോട്ടെ, പക്ഷേ അയാളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ തന്നെയാണ്. മറ്റുള്ള യാതൊരു എല്ലാ വ്യവസായികളെക്കാൾ മുകളിലാണ് അയാളുടെ ഒരു ആരാധക വൃന്ദം.
അയാൾ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അയാളുടെ സ്ഥാപനങ്ങൾ ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ. ആഭാസനായാലും അയാളുടെ ആഭാസത്തരം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ പക്ഷേ അയാൾ ഒരുപാട് പേർക്ക് അയാളുടെ സ്ഥാപനങ്ങൾ ജോലി കൊടുത്ത് അവർക്ക് അന്നം കൊടുക്കുന്ന വ്യക്തി തന്നെയാണ് അയാൾ. അതുകൊണ്ട് തന്നെ ഇതൊരു അത്രയ്ക്കും ഒരു സമൂഹത്തിൽ ബഹുമാന്യനായ ഒരു വ്യക്തി കുറിച്ച് ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഒരു അലിഗേഷൻ വന്ന് അയാൾ അപ്പോഴും തന്നെ ജയിലിൽ അടയ്ക്കുന്നവർ വരുമ്പോൾ നമുക്കത് ഒരു വ്യക്തിപരമായ പ്രതികാരമോ രാഷ്ട്രീയ ഗൂഢാലോചനയോ മറ്റോ ആണോ എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം സത്യം എന്തായാലും പുറത്തു വരണം, കൂടുതൽ തെളിവുകൾ വേണം. അപ്പോൾ അതിന് നമുക്ക് അന്വേഷണങ്ങൾ വേണം, എല്ലാവരുടെയും പലവരുടെ അഭിപ്രായങ്ങൾ വേണം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം വീണ്ടും നമുക്ക് എൻ്റെ ഒരു സംശയം, പല ആൾക്കാരിലുമുള്ള ഈ സംശയം, നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും നിഗൂഢതകളുണ്ടോ? ഹണിയുടെ പരാതി യാഥാർത്ഥ്യമാണോ? ഹണി ഏതെങ്കിലും അജണ്ടയുടെ പിന്നിലാണോ ഇപ്പോൾ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത്? ഇതിനകത്ത് എന്തൊക്കെയാണ് സത്യാവസ്ഥ? അതോ ഹണി കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും നമ്മൾ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതൊരു ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള ഈ കേസ് അദ്ദേഹത്തിൻ്റെ ആഗോള ബിസിനസ് ഭാവിയെയും അതുപോലെ തന്നെ വ്യക്തിപരമായ വിശ്വാസ്യതയെ തകർക്കുന്ന തരത്തിലായിട്ട് വികസിക്കും. കാരണം അയാളൊരു ബിസിനസ് മാഗ്നറ്റാണ്. അപ്പോൾ അയാളുടെ ബിസിനസ് സ്ഥാപനങ്ങളുടെ ആൾക്കാരിലേക്ക് ഒരു സംശയം തോന്നും. കാരണം അവിടെ ലേഡീസ് ഉണ്ടെങ്കിൽ ഇയാളിനി എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവരെ വളരെ മോശമായ കണ്ണുകളോട് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം അയാളുടെ ബിസിനസ് ഭാവിയെ തകർക്കുന്ന ഒരവസ്ഥയാണ്. 4 മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ 4 മാസങ്ങൾക്ക് മുൻപാണ് വന്നത്. ഈ വീഡിയോ ഇപ്പോഴെങ്ങനെയാണ് ഇത് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായി മാറിയത്? അപ്പം ഹണി റോസ് ഇപ്പോൾ ഇത്രയും ശക്തമായ നിലപാടെടുത്തതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ഗൂഢാലോചനയുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഈ ഒരു കേസ് വ്യക്തിഗത പ്രശ്നമായിട്ട് മാത്രം നിലനിൽക്കില്ല. ഇത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. കാരണം ഹണിയുടെ അനുവാദമില്ലാതെ കയ്യിൽ പിടിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. ഹണിയുടെ കയ്യിൽ അനുവാദമില്ലാതെ പിടിച്ചില്ല, ഹണി കൈ കൊടുക്കുകയാണ്, അല്ലാണ്ട് നിർബന്ധമായിട്ട് ഒരാൾ കയ്യിൽ പിടിച്ച് വലിക്കുന്ന വീഡിയോ അല്ല അത്. അപ്പോൾ ഹണി നിർബന്ധമായിട്ട് കയ്യിൽ കൊടുക്കുകയാണ്. പിന്നെ അതിനൊക്കെ മാലയിടാൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു താല്പര്യമില്ലാത്ത വിഷയമാണ് സോറി സർ എന്ന് പറയാം, അല്ലേ? കയ്യിൽ പിടിക്കാൻ വരുവാടെ സോറി സർ, നോ ഐ ഡോണ്ട് ലൈക്ക്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റും. കാരണം ഹണി ഒരു ചെറിയ കുട്ടിയെന്നുള്ള വയസ്സ് 30 എബോവ് ഉള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീയാണ്, 30 മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് പറയാം കയ്യിൽ പിടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്തിനാണ് പബ്ലിക്കിൻ്റെ മുന്നിലായാലും നമുക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ പറയണം. അപ്പോൾ ഇപ്പം ഇത് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബോധപൂർവമായിട്ടുള്ള എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടോ, ഗൂഢാലോചനയുണ്ടോ എന്ന് നമ്മൾ യാഥാർത്ഥ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിച്ചു പോകുന്നതാണ്. കാരണം ഇതൊരു മറവിടിയിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഒരു കൊലക്കേസിൻ്റെ വാർത്ത എന്നുള്ളതാണ്. ആ വാർത്തകളൊന്നും ഒരു വാർത്തയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു സംശയമാണ്, ഇതിൻ്റെ ഫുള്ള് നമുക്ക് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിന് ഈ കേസിൽ വിചാരണ നേരിടട്ടെ. കാരണം അയാൾ ഇന്നസെൻ്റ് ആണ്, അയാൾ നിഷ്കളങ്കനാണെങ്കിൽ, അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, അയാൾ അയാൾ നിരപരാധിയാണെങ്കിൽ അയാൾ പുറത്തു വരട്ടെ, അല്ലെങ്കിൽ അയാളെ കോടതി വെറുതെ വിടട്ടെ. പക്ഷേ അയാൾ നിരപരാധി അല്ലെങ്കിൽ അയാൾ ശിക്ഷയ്ക്ക് അർഹനാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹണി റോസിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും രഹസ്യം, നമ്മളറിയാത്ത എന്തെങ്കിലും രഹസ്യമോ രീതിയിലുള്ള എന്തെങ്കിലും അധിക്ഷേപമോ ലൈംഗികമായിട്ടുള്ള കുറ്റമോ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും അസാധാരണമായിട്ടുള്ള നീക്കമുണ്ടോ, ഏതെങ്കിലും വ്യക്തികൾ ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത കൊലക്കേസിനെ മറയ്ക്കാനുള്ള അണിയറയുടെ നീക്കമാണോ ഈ വാർത്ത ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു നാടകീയമായ അറസ്റ്റ് ഉണ്ടാകുകയും ഇന്നത്തെ ദിവസം മുഴുവൻ ബോബി ചെമ്മണ്ണൂരിൻ്റെയും ഹണി റോസിൻ്റെയും പിന്നാലെ മാധ്യമങ്ങളും ജനങ്ങളും പുറകെ പായാനും ഒരു റീസൺ ഉണ്ടാക്കിയതാണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും നാളുകളിൽ അറിയാൻ പറ്റും. അപ്പം നമുക്ക് ആ സത്യം പുറത്തു വരുന്നത് വരെ നമ്മളിങ്ങനെ അന്വേഷണാത്മകമായിട്ടുള്ള അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നേരിട്ട് പറയാനുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഓക്കെ ഗൈസ്, ടേക്ക് കെയർ.